ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇഡ്ഡലി റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. ആദ്യം നമുക്ക് പച്ചരി എടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് കുതിർക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നിൻ്റെ അളവാണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 4-5 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് കുതിർന്ന സമയത്ത് അരിയും ഉഴുന്നും നല്ലതുപോലെ കഴുകിയെടുത്ത് നമുക്ക് അരയ്ക്കാനായിട്ട് വെക്കാം. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നും അരിയും ഒരുമിച്ചിട്ടല്ല കേട്ടോ അരയ്ക്കണം. ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം അരി അരച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ചോറല്ല കേട്ടോ എടുക്കുന്നത്, വെള്ള അവിലാണ് എടുക്കുന്നത്. അതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അവിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഈ വെള്ള അവിലിന് പകരം 1 കപ്പ് ചോറ് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇഡ്ഡലിക്ക് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചെറിയ തരിതരിപ്പോട് വേണം അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഉഴുന്നും അരിയും നമ്മൾ ഇതുപോലെ അരച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉഴുന്നും അരിയും ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തട്ട് വെച്ച് കൊടുക്കുക. അതിലൊന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം സമയം മതി. ആദ്യം ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി തീ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വാങ്ങി വെച്ചതിന് ശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് ഇളക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്